തന്താനോ ദാന തന്താനോ തന്താന തന്താനോ ദാന തന്താനോ ദാന തന്താനോ. ആറ്റുവഞ്ചിപ്പാട്ട് മൂളണ കാറ്റണയുന്നൊരു തീരത്ത് ആറ്റക്കിളി വീരുന്നീനത്തണ കൊയ്ത്ത് തുടങ്ങിയ പാടത്ത് ചന്തം വീളയുന്ന മാമല നാടിൻ്റെ ഗന്ധം നിറഞ്ഞിടുന്നേ. മന്ദമരതകാന്തിയിലുള്ളം തൂടി കൊട്ടിപ്പാടിടുന്നേ. ആറ്റുവഞ്ചിപ്പാട്ട് മൂളണ കാറ്റണയുന്നൊരു തീരത്ത് ആറ്റക്കിളി വീരുന്നീനത്തണ കൊയ്ത്ത് തുടങ്ങിയ പാടത്ത്. ചോപ്പ് മറഞ്ഞുപോയി അമ്പിളി മാനത്ത് പൂക്കുന്നേ. പുഞ്ചവഴി പാടവരമ്പത്ത് വെള്ളി വിതച്ചു ചിരിക്കുന്നേ. തെയ്യം തിരയാടുന്ന കാവിലെ മേളം മുറുക്കത്തിലേറുന്നേ. നാട്ടുജോല പെണ്ണിൻ്റെ നാണം കുണുങ്ങുന്ന നാദം നിറയുന്നേ. കണ്ണിനഴകായി മണ്ണിൽ കുളിരായി കണ്ണിനഴകായി മണ്ണിൽ കുളിരായി നിറയും നാടിൻ പുണ്യം ഇവിടെ ജീവൻ ധന്യം. നാടിനു തമ്പുരാനേകിയ കേളികളേറെയല്ലോ. തുമ്പിതുള്ളും തുമ്പപ്പൂ പോലെ മനസ്സുള്ളൊരെന്നും ഇവിടെയല്ലോ. പച്ചപ്പനന്തത്തയും പാടുന്ന മൈനയും പാറുന്ന നാടിതല്ലോ. മാരിവില്ലു പോലെ കുലച്ച നിറമയും മോഹങ്ങൾ കൂട്ടിനല്ലോ. നെഞ്ചം തുടിക്കും ദാഹം നിറയ്ക്കും നെഞ്ചം തുടിക്കും ദാഹം നിറയ്ക്കും ഇനിയും വിരിയാനിവിടെ പല നാൾ കഴിയാനിവിടെ. ആറ്റുവഞ്ചിപ്പാട്ട് മൂളണ കാറ്റണയുന്നൊരു തീരത്ത് ആറ്റക്കിളി വീരുന്നീനത്തണ കൊയ്ത്ത് തുടങ്ങിയ പാടത്ത് ചന്തം വീളയുന്ന മാമല നാടിൻ്റെ ഗന്ധം നിറഞ്ഞിടുന്നേ. മന്ദമരതകാന്തിയിലുള്ളം തൂടി കൊട്ടിപ്പാടിടുന്നേ. ആറ്റുവഞ്ചിപ്പാട്ട് മൂളണ കാറ്റണയുന്നൊരു തീരത്ത് ആറ്റക്കിളി വീരുന്നീനത്തണ കൊയ്ത്ത് തുടങ്ങിയ പാടത്ത്. തന്താന തന്താനോ ദാന തന്താനോ ദാന തന്താനോ തന്താന തന്താനോ ദാന തന്താനോ ദാന തന്താനോ തന്താന തന്താനോ ദാന തന്താനോ ദാന തന്താനോ തന്താന തന്താനോ ബഷീറിനെ വിവരം അറിയിച്ചോ? കാര്യങ്ങൾ പറഞ്ഞിരിക്കണേ.
പക്ഷേങ്കി എല്ലാം പറഞ്ഞിട്ടില്ല. നന്നായി. എല്ലാം പിടികിട്ടിരിക്കുന്നവന് വിമാനം പിടിച്ച് വെക്കം വന്നെത്തിക്കളാന്ന് പറഞ്ഞിരിക്കണ്. വേലായുധ, കൃഷിയൊക്കെ എങ്ങനെയുണ്ട്? നന്നായി പോണ്ട്. നമ്മൾ പുയ്യാപ്പിളച്ചക്കനോട് സംസാരിക്കുന്നാരാ? ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. അത് നമ്മുടെ വലിയ വീട്ടിലെ അബൂബക്കർ ഹാജിയുടെ മൂത്ത പിള്ള ഫിറോസ. ഒരു മൊഴി കേൾക്കാനും മറുമൊഴി ചൊല്ലാനും കരളകം തുടിക്കുന്നേ, കളിച്ചിരി കാണാനും കുളിരല ചൂടാനും നിലവുകൾ കോർക്കുന്നേ. ബദറുൽ മുനീറിന്റെ ഹുസ്നുൽ ജമാലായി ഞാൻ ഇശലിന്റെ പൂവിൻ മാലയായി എന്നും കാണാത്ത കനവിന്റെ ചിറകിൽ പറന്നേ, കാണാത്ത കനവിന്റെ ചിറകിൽ പറന്നേ. കണ്ണിൽ കിനാവുമായി നെഞ്ചിൽ നിലാവുമായി എന്നോമൽ പുന്നാരൻ എന്നും ജീവനായി. ഇടനെഞ്ചിൽ കൂടാനും ഗസലുകൾ പാടാനും ഇവളെന്നും കൊതിക്കുന്നേ, കരളുകൾ ചേരാനും കരം കവർന്നാടാനും കരിമിഴി പിടയ്ക്കുന്നേ. ഖൈസിന്റെ ലൈലയായി കസവോലും ആശയായി മിസറിലെ ഹൂറി റാണിയായി എന്നും ചേലൊത്ത നൈലിന്റെ നാട്ടിൽ പിറന്നേ, ചേലൊത്ത നൈലിന്റെ നാട്ടിൽ പിറന്നേ. കണ്ണിൽ കിനാവുമായി നെഞ്ചിൽ നിലാവുമായി എന്നോമൽ പുന്നാരൻ എന്നും ജീവനായി. കണ്ണിൽ കിനാവുമായി നെഞ്ചിൽ നിലാവുമായി എന്നോമൽ വേലായുധ, 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 എന്താ പറ്റിയ? എന്താ എന്താ പറ്റി? വേലായുധ, വേലായുധേട്ടാ, ഐ കാൻ റിയലി അണ്ടർസ്റ്റാൻഡ് വാട്ട്സ് ഹാപ്പനിങ് ഹിയർ. ഞാൻ ഈ നാട്ടിൽ വന്നിട്ട് 3 ദിവസമേ ആവുന്നുള്ളൂ. ആ 3 ദിവസവും ഓരോരോ മരണങ്ങൾ കാണുകയെ. ഐ കനോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദിസ് ട്രാജഡി. ഫിറോസ്ക, ആ, വേലായുധേട്ടനെ ചികിത്സിക്കുമ്പോൾ അദ്ദേഹത്തിന് ബ്ലഡ് ക്യാൻസർ ഉണ്ടായിരുന്നു. എന്റെ അറിവിൽ ബ്ലഡ് ക്യാൻസർ മൂലം ഈ അടുത്ത കാലത്ത് 4ാമത്തെ മരണം ഇവിടെ നടക്കുന്നത്. ഈ ഗ്രാമത്തിൽ പലരും ഓരോരോ രോഗങ്ങൾ പേര് ജീവിക്കുന്നവരാണ്. അതിലെ പലരും എന്റെ ചികിത്സയിലാണ്.
വേലായുധൻ ചേട്ടന്റെ ശവസംസ്കാരത്തിൽ പങ്കെടുക്കാൻ വന്ന ആളുകളെ ഞാൻ ശ്രദ്ധിച്ചു. പ്രത്യേകിച്ച് കുട്ടികളിൽ പലർക്കും അബ്നോർമൽ ഫീച്ചേഴ്സ് ഉള്ള ഏതോ ജനറ്റിക്കൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തതിന്റെ സിംറ്റംസ്. യു ആർ കറക്റ്റ് ഫിറോസ്, ഇത് ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. സജനയ്ക്ക് എന്ത് തോന്നുന്നു? വാട്ട്സ് ദ റീസൺ ബിഹൈൻഡ് ദം? ഇത്തരം സിംറ്റംസ് ഓഫ് ഡിസീസ് കൂടുതലും കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തോട്ടം തൊഴിലാളികൾക്കിടയിലാണ്, പ്രത്യേകിച്ച് കീടനാശിനികൾ കൈകാര്യം ചെയ്യുന്നവരിൽ. ഈ കീടനാശിനികളുടെ അമിതമായ ഉപയോഗം മൂലമുണ്ടായ ഒരു സൈഡ് എഫക്റ്റ് ആയിക്കൂടുന്നില്ല. എൻഡോസൾഫാൻ, തിയോനിക്സ്, എൻഡോസിൽ, ഫേസർ, ബെൻസോയ്പിൻ, സയനൈഡ് പോലുള്ള മാരക വിഷം കലർന്ന ഡ്യൂപോയിന്റ് കുറാഗണെന്ന വിഷം ചേർത്ത കീടനാശിനികളാണിത്. ശ്വസിക്കുന്ന വായുവിലൂടെയും വെള്ളത്തിലൂടെയും ത്വക്കിലൂടെയും മനുഷ്യ ശരീരത്തിൽ കടന്നാൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നവ. ഇതാണോ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന കീടനാശിനികൾ? ഓ മൈ ഗോഡ്, 70-ലേറെ രാജ്യങ്ങളിൽ നിരോധിക്കപ്പെട്ട കീടനാശിനികളാണിത്. ഇതെല്ലാം നമ്മുടെ കാർഷിക മേഖലയിൽ പ്രയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് പകരുന്ന ജനറ്റിക്കൽ ഡിസോർഡറിന് വിത്ത് പാകി കഴിഞ്ഞു എന്നർത്ഥം. ശരിയാണ് ഫിറോസ്. കാസർഗോഡ് ജില്ലയിലെ മലയോര ഗ്രാമങ്ങളായ മഞ്ഞപ്പാറ, അജമുൾ, ആത്തൂർ തുടങ്ങിയ ഗ്രാമങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകൾ ഫിറോസിന്റെ അഭിപ്രായം ശരിവെക്കുന്നതാണ്. അംഗവൈകല്യത്തോടെ പിറക്കുന്ന കുഞ്ഞുങ്ങൾ, ബുദ്ധിമാന്ദ്യമുള്ളവർ, മാറാരോഗികൾ, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ദുരന്ത കഥകളാണ് അവിടെ നിന്ന് കേൾക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിലെ അണുബോംബ് വർഷത്തിന് ശേഷം റേഡിയേഷന്റെ ഫലമായി നാഗസാക്കിയിലും ഹിറോഷിമയിലും പിറക്കുന്ന കുഞ്ഞുങ്ങളിൽ ഇന്നും ജനിതക വൈകല്യങ്ങൾ വിട്ടുമാറിയിട്ടില്ല. അതുപോലെ നമ്മുടെ ഭോപ്പാൽ ദുരന്തം ഓർമ്മയില്ലേ? അതിന് സമാനമായൊരു ദുരന്തമാണ് നമ്മുടെ നാട്ടിൽ കീടനാശിനികൾ മൂലം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ഗുരുതരമായ ഒരു ആപത്തിന്റെ ലക്ഷണങ്ങൾ മുന്നിൽ കണ്ടിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ അധികാരികൾ കണ്ണടച്ചിരിക്കുന്നത്? അത് നമ്മുടെ നാടിന്റെ മറ്റൊരു ദുരന്തം. പണം, പണം തന്നെ. ഇവിടെ മനുഷ്യജീവന് ഒരു വിലയുമില്ല. ഇല്ല സജന, നമുക്കിത് വിട്ടുകളയാൻ കഴിയില്ല. ഇതിനെതിരെ നമുക്ക് എന്തെങ്കിലും ചെയ്യണം. ഒരു അശനിപാതം പോലെ വന്നുകൊണ്ടിരിക്കുന്ന കൊടിയ ആപത്തുകളിൽ നിന്ന് നമ്മുടെ പാവപ്പെട്ട കർഷക തൊഴിലാളികളെ രക്ഷിക്കണം. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഫിറോസ്? നമ്മളെപ്പോലുള്ളവർക്ക് പലതും ചെയ്യാനുണ്ട് സജന. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. എപ്പോ എത്തി? UK കഴിഞ്ഞ ആഴ്ച വന്നത്. മൂത്ത മകളുടെ കുഞ്ഞിന്റെ മാമൂദീസ് അല്ലായിരുന്നോ? അതിരിക്കട്ടെ, നിങ്ങളിവിടെ എന്താ ചെയ്യുന്നത്? തോട്ടത്തിലടിച്ച കീടനാശിനി ഇന്നലെ പെയ്ത മഴവെള്ളത്തിൽ ലയിച്ച് ഈ പുഴയിൽ കലർന്നിട്ടുണ്ടോന്നൊരു സംശയം. നമ്മുടെ കർഷകർ കുടിക്കുകയും കുളിക്കുകയും ചെയ്യുന്ന വെള്ളമാണിത്. വിഷം എത്രമാത്രം കലർന്നിട്ടുണ്ടെന്ന് നോക്കുകയായിരുന്നു. ഓ, ഇതിലെന്തറിയാനിരിക്കുന്നു? ഇത് കംപ്ലീറ്റ് വിഷമല്ലേ? ഇത് കുടിച്ചെന്ന് കരുതി ഈ വ്യക്തികൾക്കൊന്നും വരാൻ പോകുന്നില്ല. ഇതിനേക്കാൾ വലിയ വിഷമല്ലേ ദിവസവും ബീവറേജസ് നിന്ന് വാങ്ങി കുടിക്കുന്നത്? ആ, അതിരിക്കട്ടെ, നിങ്ങൾ എന്തിനാ വെറുതെ ഈ സമയം കളയണത്? ഓ, വാപ്പ പറഞ്ഞിരുന്നു നീ എന്തൊക്കെ ഗവേഷണം ചെയ്യുന്ന കാര്യം. നന്നായി മക്കളെ, നിങ്ങളെപ്പോലെ എഡ്യൂക്കേറ്റഡ് ആയ യങ്സ്റ്റേഴ്സ് വേണം നമ്മുടെ നാട്ടിൽ. എന്നാലേ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയൂ. അല്ലാതെ രാഷ്ട്രീയക്കാര് വെറുതെ മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ചു നടന്ന് ഒരു പ്രയോജനമില്ല ഈ നാട്ടിൽ. UK അമേരിക്കയിലും കാനഡയിലും ഒക്കെ ഉള്ള സ്ഥിതി കേട്ടിട്ടുണ്ടോ? ഹോ, എന്തൊരു നീറ്റാണ് അവിടെയൊക്കെ. എന്നാ നമ്മുടെ നാട്ടിലോ മൂക്ക് പൊത്താതെ നടക്കാൻ വയ്യ. ആ, അതിരിക്കട്ടെ, എന്താ ഈ സഞ്ചിയില്? ഞാൻ പറഞ്ഞില്ലേ, മൂത്ത മകളുടെ കൊച്ചിന്റെ മാമൂലിസ് കഴിഞ്ഞ് കുറച്ച് ചിക്കന്റെ വേസ്റ്റാ. അതാ പുഴയിൽ തട്ടിക്കളയാൻ പോവാ. യു ക്യാരി ഓൺ. ഇതാണ് മലയാളി. ഞാൻ TV ചാനലുകളിൽ കണ്ടിട്ടുണ്ട്. സാമൂഹ്യ പ്രശ്നങ്ങളെക്കുറിച്ച് എത്ര ഓതന്റിക് ആയിട്ടാണ് ഇവർ സംസാരിക്കുന്നത്. എന്ന പ്രവൃത്തിയോ നേരെ മറിച്ചു. മലയാളികൾ ലക്ഷങ്ങൾ മുടക്കി വലിയ വലിയ വീടുകൾ പണിയുന്നു. എന്നാൽ സ്വന്തം വീട്ടിലെ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ 5 പൈസ പോലും മുടക്കില്ല. പകരം നിരത്തുവക്കുകളും ജലാശയങ്ങളും അവർ മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള കുപ്പത്തൊട്ടിയാക്കി മാറ്റും. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇത്രയും ഹിപ്പോക്രസി ആയിട്ടുള്ള സമൂഹം മലയാളി അല്ലാതെ വേറെ ഇല്ലെന്ന്. ഫിറോസ്, കൈ വല്ലാതെ ചൊറിയുന്നു ആ വെള്ളത്തിൽ തൊട്ടതിന് ശേഷം. നോക്കട്ടെ. പൊള്ളുന്നുണ്ട്.
എൻഡോസൾഫാൻ കാരണം എന്റെ സയന്റിസ്റ്റ് എന്റെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഇപ്പൊ പഴയ പോലെ കൊഞ്ചിക്കലുമില്ല, തമാശയില്ല. എന്റെ ഒരു വിധി. ഞാൻ പോവാ. എന്താടി എന്താ പറഞ്ഞേ? ഫിറോസേ, ഇപ്പൊ വിളിക്കണേ. ആ കണ്ട. ഏയ് വാ 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 കഴിഞ്ഞ വാ. അപ്പൊ തെക്കേ പറമ്പിലെ തെങ്ങും കേറിയ. ആ ആ ഫിറോസേ, നാട്ടുകാരുടെ നന്മയെ കരുതി ഇജ്ജ് ചെയ്യുന്ന പ്രവർത്തികളൊക്കെ നമുക്ക് പെരുത്ത സന്തോഷം തരുന്ന കാര്യം തന്നെയാ. പക്ഷേങ്കി ഇജ്ജ് ഇവിടെ വന്നിട്ട് മാസം 3 ആയില്ലേ? ഇനി അങ്ങോട്ട് മടങ്ങി പോണില്ലേ? എന്താ അന്റെ ഉദ്ദേശം? ഉപ്പ കൂടി സമ്മതിച്ച ഞാനത് റിസൈൻ ചെയ്യാന്ന് ആലോചിക്കുകയാണ്. കാരണം ഞാനിവിടെ ചില കാര്യങ്ങളൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ട്. അത് പൂർത്തിയാക്കാതെ ഇവിടം വിടാൻ വയ്യ. അന്റെ ഇഷ്ടം അതാണെങ്കി അതന്നെ നടക്കട്ടെ. ഉദ്യോഗം വേണ്ടെങ്കിൽ വേണ്ട. അന്റെ അടുത്ത തലമുറ കൂടി നമ്മൾ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. വിദേശത്ത് വിട്ടതും പഠിപ്പിച്ചതും ഒക്കെ അന്റെ പഠിപ്പും വിവരവും നമ്മുടെ നാട്ടുകാർ കൂടി പ്രയോജനപ്പെടുത്താൻ വേണ്ടിയാ, അല്ലാതെ കായ് സമ്പാദിക്കാൻ വേണ്ടിയല്ല. അത് ശരിയാ. ഇപ്പൊ കാശുണ്ടാക്കാനാണെങ്കിൽ വലിയ പഠിത്തൊന്നും വേണ്ട. വല്ല കള്ളു കച്ചവടോ മണ്ണ് കച്ചവടം നടത്തിയാ പോരെ. അല്ലെങ്കിൽ പിന്നെ അട്ടിമറി പണി ചെയ്യണം. അതാവുമ്പോ മറ്റുള്ളവര് പണിയെടുക്കുന്നത് നോക്കിയിരുന്നാലും കൂലിയല്ലേ. നോക്ക് കൂലിയേ. കുപ്പ എത്ര മുഷിഞ്ഞതിടണമെന്ന് മാത്രം. വലിയ പഠിപ്പൊക്കെ സമ്പാദിച്ച് സമയവും കളയണ്ട, കാശും കളയണ്ട. പക്ഷേ ഇജ്ജ് പിടിച്ചേണ്ട ചില പ്രവൃത്തികളൊക്കെ ചില ആളുകൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കണില്ല. നമ്മുടെ മരക്കച്ചവടക്കാരൻ മൂസാക്കുട്ടിയുടെ മൂത്ത മോനില്ലേ, എന്താ ഓന്റെ പേര്? അഹമ്മദ് കുട്ടി, കീടനാശിനിയുടെ ഹോൾസെയിൽ ഡീലറാ. ആ അത് തന്നെയാ, ഓൻ തന്നെയാ. നേരിട്ടല്ലെങ്കിലും ഓന് അന്നെക്കുറിച്ച് ചില ബടക്ക് വർത്താനങ്ങൾ പറഞ്ഞിരിക്കുന്നതായിട്ട് കേട്ടു. ആ ഞമ്മടെ കൺവെട്ടത്ത് വരാൻ മടിക്കണ കൂട്ടരാ. എന്നാലും ഇജ്ജ് കരുതിയിരിക്കണം. ശരിയാണ് ഫിറോസുട്ടി. ഓന്റെ പിന്നില് ഇവിടത്തെ വലിയ പ്രമാണിമാരൊക്കെ ഉണ്ട്. ഓന്റെ കച്ചവടം പൂടിക്കണ പണിയല്ല നിങ്ങൾ ചെയ്യണത്. അതിന്റെ വൈരാഗ്യം കാണാണ്ടിരിക്കില്ല. മണ്ണിനും മനുഷ്യർക്കും ദോഷം ഉണ്ടാക്കണ കച്ചവടാണെങ്കിൽ പൂട്ടണം. ഫിറോസേ, ഇജ്ജ് മുന്നോട്ട് തന്നെ പൊക്കോളൂ. ഇവിടെ ആരും അന്നെ തൊടാതെ നമ്മൾ നോക്കിക്കോളാം. അതെ, എന്താ അന്റെ അടുത്ത പരിപാടി? നാളെ കാസർഗോഡ് വരെ ഒന്ന് പോണം. കീടനാശിനികൾ മൂലം ദുരിതം അനുഭവിക്കുന്നവരുടെ റിപ്പോർട്ടുകൾ അവിടുന്ന് കുറേ വരുന്നുണ്ട്. അവിടെ ചെന്ന് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അന്വേഷിക്കണം. എന്താ വേണ്ടെന്ന് വെച്ചാ ചോദിച്ചാ മതി. ചോദിക്കാൻ മടിക്കണ്ടെന്ന്. കൂടെ അന്റെ ഡോക്ടർ സാറും ഉണ്ടാ. ആ നന്നായി. ആ ഇത് ഡിക്കിയിലേക്ക് വെച്ചോളൂ. ഓ, പോയി വരാം ഉപ്പ. ആ ശരി ഉപ്പ. ബൈ എങ്കിൽ. ആ അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട തൊഴിലാളി സുഹൃത്തായ വേലായുധൻ ചേട്ടൻ നമ്മെ വിട്ടു പിരിഞ്ഞിട്ട് ഇന്നേക്ക് 1 വർഷം തികയുകയാണ്. ഈ വേളയിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് സഹായധനം നൽകുന്നതിന് വേണ്ടി നമ്മുടെ യൂണിയൻ ഒരു സഹായ ഫണ്ട് ഏർപ്പെടുത്തിയിരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം എല്ലാവരെയും അറിയിച്ചുകൊള്ളുകയാണ്.
രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ഫിറോസിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന പ്രമുഖരെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബഷീർ, സ്നേഹം നിറഞ്ഞ തൊഴിലാളി സുഹൃത്തുക്കളെ, നമ്മുടെ പ്രിയപ്പെട്ട വേലായുധൻ ചേട്ടൻ വേർപിരിഞ്ഞിട്ട് ഇന്നേക്ക് 1 വർഷം തികയാണല്ലോ. വേലായുധൻ ചേട്ടൻ മരിക്കാനിടയായ രോഗം ബ്ലഡ് ക്യാൻസർ ആണെന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാം. വേലായുധൻ ചേട്ടന് ബ്ലഡ് ക്യാൻസർ എങ്ങനെ വന്നു എന്ന ഞങ്ങളുടെ അന്വേഷണമാണ് ഇപ്പോൾ ഒരു പ്രബന്ധരചനയ്ക്ക് നമ്മളെ പ്രേരിപ്പിച്ചത്. നമ്മുടെ കാർഷിക മേഖലയിൽ ഇപ്പോൾ അമിതമായി പ്രയോഗിച്ചു വരുന്ന കീടനാശിനികളും രാസവളങ്ങളും നമ്മുടെ പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ജന്തുക്കളുടെയും മനുഷ്യരുടെയും ശരീരത്തിൽ ഉണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, ഇവയാണ് നമ്മുടെ പ്രബന്ധത്തിലെ പ്രധാന പഠന വിഷയങ്ങൾ. പഠനയാത്രയുടെ ഭാഗമായി ഞങ്ങൾ ചിത്രീകരിച്ച ചില ദൃശ്യങ്ങൾ എല്ലാവരുടെയും സമ്മതത്തോടെ ഞങ്ങളിവിടെ കാണിക്കുകയാണ്. എന്തെന്നാൽ ദൃശ്യങ്ങൾ 1000 പ്രസംഗത്തേക്കാൾ വാചാലവും ശക്തവുമാണ്. അമിതമായ കീടനാശിനി പ്രയോഗവും രാസവള പ്രയോഗവും കൊണ്ടുള്ള ദുരിതങ്ങൾ. ഇതുകൊണ്ട് നമ്മൾ വിളവെടുപ്പ് നടത്തുന്നത് പുതിയ പുതിയ രോഗങ്ങളെയാണ്, നമ്മുടെ പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥയുടെ തകർച്ചയാണ്. അമിതമായ കീടനാശിനി പ്രയോഗം കൊണ്ട് നമ്മുടെ ഭൂമി വിഷം തീണ്ടിയിരിക്കുന്നു. മണ്ണും വെള്ളവും വായുവും വിഷലിപ്തമായിരിക്കുന്നു. ഇവയുമായുള്ള സമ്പർക്കത്തിന്റെ ഫലമായി നമ്മുടെ ശരീരത്തിലും വിഷം കടന്നുകൂടിയിരിക്കുന്നു. പുതിയ പുതിയ രോഗങ്ങൾക്കും തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പകരുന്ന ജനിതക വൈകല്യങ്ങൾക്കും ഇവ കാരണമായി തീർന്നിരിക്കുന്നു. മാത്രമല്ല, ഇവിടെ അംഗവൈകല്യവും ബുദ്ധിമാന്ദ്യവുമുള്ള കുഞ്ഞുങ്ങൾ പിറക്കാനിട വന്നിരിക്കുന്നു. ഷാഹിദ, 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 ഓ, എന്തേത്? ഷാഹിദ, എന്താ? ഒന്ന് മാറിക്കേ. ഷാഹിദ, എന്താ പറ്റിയേ? ഷാഹിദ, ഷാഹിദ, മോളെ, എന്താ പറ്റിയേ? ഷാഹിദ, എൻ്റെ അമ്മ, ഷാഹിദ, ഇതെന്താ പറ്റിയേ? സാറേ, നമസ്കാരം സാറേ. നമസ്കാരം. ഒരു സംശയം ചോദിച്ചോട്ടെ? ആ, ചോദിച്ചോളൂ. നമ്മളെ പാവക്കാത്തോട്ടത്തിൽ പുഴുക്കളെ തിന്നാൻ വരുന്ന പക്ഷികളൊക്കെ ചത്തു വീണ് പാവക്കയുടെ ഇലയ്ക്കും വ്യത്യാസമുണ്ട്. അത് എന്തുകൊണ്ടാ സാറേ? നിങ്ങളുടെ തോട്ടത്തിൽ ഏത് കീടനാശിനിയാണ് ഉപയോഗിക്കുന്നത്? എൻഡോസൾഫാൻ. ഓ, ഇനി ആ പാവയ്ക്ക കഴിക്കുന്ന മനുഷ്യരുടെ കാര്യവും തഥൈവ. കഷ്ടം. ബഷീറെ, ഷാഹിദയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. എന്റെ ഡോക്യുമെന്ററി കണ്ട് പാവം പേടിച്ചുപോയി. ശരിയാ, ഷാഹിദ മാത്രമല്ല, ഇവിടുത്തെ കർഷകരെല്ലാം പേടിച്ചിരിക്കുക. ഇന്ന് ആരും പണിക്ക് വന്നില്ല. കാർഷിക മേഖലയിൽ ഒരു താളം തട്ടൽ തുടങ്ങിയിരിക്കുന്നു. ഒരു പരിസ്ഥിതിവാദി വന്നിരിക്കുന്നു. ഒരു കുഴപ്പമില്ലാണ്ട് നല്ല ജോറായിട്ട് പോയിക്കൊണ്ടിരുന്ന തോട്ടങ്ങളാ. ആ നായിന് പോകാൻ വേണ്ടാത്ത വെടക്കുകളൊക്കെ കാട്ടി തൊഴിലാളികളെ മുഴുവൻ ഇടങ്ങേറാക്കി മുഴുവനും കല്ലത്താക്കി. എന്റെ തോട്ടത്തിലും തൊഴിലാളികൾ പണിക്ക് വന്നിട്ട് ഒരാഴ്ചയായി. കീടങ്ങളൊക്കെ പെരുകി വിളകളെല്ലാം നശിച്ചുകൊണ്ടിരിക്കാം. അവന്മാർക്ക് ഇപ്പൊ കീടനാശിനികളിൽ തൊടാൻ പേടിയാണത്രേ. എന്റെ മാത്രം കഥയല്ല ഇത്, എന്നെ പോലുള്ള മറ്റു പ്ലാന്റർമാരുടെയും കഥയാ.
തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ എന്നെ വന്ന് കണ്ടിരുന്ന ആളുകള് ഇപ്പൊ എന്നെ തീരെ ഗവനിക്കുന്നില്ല. മുക്കിലും മൂലയിലും അവൻ സംഘടിപ്പിക്കുന്ന ക്ലാസുകളിലും യോഗങ്ങളിലും ആളുകളുടെ എണ്ണം പെരുകയാണ്. ഇക്കണക്കിന് വരുന്ന നിയമസഭാ ഇലക്ഷന് അവൻ കേറി നിന്ന എന്റെ കാര്യം പോക്ക. ഇതിനൊക്കെ വളം വെച്ച് കൊടുത്തതാ ബഷീറ. ആദ്യം ഓനെ വിളിക്ക്. ഓനെ വിളിക്കാൻ ആള് പോയിട്ടുണ്ട്. എന്റെ ബഷീറെ, അംഗവൈകല്യങ്ങളും രോഗങ്ങളും ലോകമെമ്പാടും ഉണ്ട്. അതല്ല അവന്മാര് പറയും മാതിരി കീടനാശിനി കളിച്ചിട്ടാ. നീ പറയേ. കീടനാശിനി നിരോധിക്കുന്ന കാര്യം ആലോചിക്കാൻ വേണ്ടി റോട്ടർഡാം സ്റ്റോക്ക്ഹോം കൺവെൻഷൻ കൂടിയപ്പോ ഇതിനൊരു കുഴപ്പവുമില്ലെന്ന് ആദ്യം പറഞ്ഞത് നമ്മുടെ ഇന്ത്യ. മാത്രമല്ല നമ്മുടെ ഒരു കേന്ദ്രമന്ത്രിയും പറഞ്ഞില്ല ഇതിന് കുഴപ്പമില്ലെന്ന്. കാസർഗോഡുള്ള പാവപ്പെട്ട രോഗികളുടെ ഫോട്ടോ എടുത്ത് ഗൾഫിൽ നിന്ന് പണപ്പിരിവ് നടത്തുന്നവരുടെ പണിയാണിതെല്ലാം. ഈ കാര്യങ്ങളൊക്കെ നീ തൊഴിലാളികളെ വിശദമായിട്ട് പറഞ്ഞു മനസ്സിലാക്കണം. അതിനാണ് അന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഇടപെടാൻ മാത്രമുള്ള കേസല്ല ഇത്. അന്റെ ചങ്ങാതിയല്ലേ ഫിറോസ്, ഓനെ പറഞ്ഞൊന്ന് പിന്തിരിപ്പിക്കാൻ നോക്ക്. അല്ലെങ്കിൽ നിന്റെ തൊഴിലാളികളെ അവന്റെ വാക്ക് കേൾക്കാതെ വിലക്കാൻ നോക്ക്. നീ അവരുടെ നേതാവല്ലേ? അതെ, അന്റെ ബലയും നിലയും എന്താണെന്ന് നായിന് വരുന്നത് കാണിച്ചു കൊടുക്ക്. സോറി ബഷീർ, എനിക്ക് നിന്റെ അഭിപ്രായത്തോട് യോജിക്കാൻ വയ്യ. നീ പറയും പോലെ തികച്ചും അപകടരഹിതമായ കീടനാശിനിയാണിതെങ്കിൽ സോവിയറ്റ് യൂണിയൻ അടക്കം 74 രാജ്യങ്ങൾ ഇതെന്തിനു നിരോധിക്കണം? പണ്ട് വിയറ്റ്നാം യുദ്ധത്തിൽ ഗറില്ല പോരാളികളെ തുരത്താൻ അമേരിക്ക ഉപയോഗിച്ചിരുന്ന ഓറഞ്ച് ഏജന്റ് എന്ന വിഷം കലർന്ന കീടനാശിനിയാണിത്. ഇത്തരം മാരകമായ കീടനാശിനികൾ മൂലം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും മാലിന്യ പ്രശ്നങ്ങളും ഉണ്ടാവുമെന്ന് 15ഓളം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കണ്ടെത്തിയിട്ടുമുണ്ട്. ഇതാണ് നിങ്ങൾ പരിസ്ഥിതിവാദികളുടെ ഒരു കുഴപ്പം. കുറെ സാങ്കേതികതയും കണക്കും ചരിത്രവും ഒക്കെ പറഞ്ഞ് എല്ലാ വിപ്ലവകരമായ കണ്ടുപിടുത്തങ്ങളെ അങ്ങ് എതിർക്കും. നിങ്ങൾ പറയുന്ന പോലെ ഈ കീടനാശിനികൾ നിരോധിച്ചാൽ കീടനിയന്ത്രണത്തിന് പകരമുള്ള സംവിധാനം എന്താണെന്ന് പറയൂ. അങ്ങനെ ചോദിക്കൂ ബഷീർ. മനുഷ്യരുടെ ആരോഗ്യത്തിനും ആവാസ വ്യവസ്ഥയ്ക്കും കോട്ടം തട്ടാത്ത രീതിയിലുള്ള കീടനാശിനികൾ പണ്ടുകാലം മുതലേ നമ്മുടെ നാട്ടിൽ പ്രയോഗിച്ചു വന്നിരുന്നു. ജൈവ കീടനാശിനികൾ ആയിരക്കണക്കിന് ഹെക്ടർ വ്യാപിച്ചു കിടക്കുന്ന ഈ പാടങ്ങളിൽ നിങ്ങളുടെ ഈ പുകയില കഷായം പ്രായോഗികമല്ല ഫിറോസ്. പുകയില കഷായം മാത്രമല്ല, മാർഗോ സിയോക്കെ, നിബിസിയൻ, നീ ഗോൾഡ് അങ്ങനെ പലതരം സസ്യജന്യ കീടനാശിനികളും നമ്മുടെ നാട്ടിലുണ്ട്. 1998 രാസകീടനാശിനികൾ നിരോധിച്ച ശ്രീലങ്ക ജൈവ കീടനാശിനികൾ ഉപയോഗിച്ച് ഉൽപാദന നിരക്ക് വളർത്തിയെടുത്തിട്ടുണ്ട്. രാസകീടനാശിനികൾ ഉപയോഗിക്കും മുമ്പേ ലോകത്തെമ്പാടും ജൈവ കീടനാശിനികളല്ലേ ഉപയോഗിച്ചിരുന്നത്. വിദേശ കുത്തകകളുടെ വരവോടെ നമ്മളത് പാടെ ഉപേക്ഷിച്ചു കളഞ്ഞു. അതുകൊണ്ട് പിറക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയെങ്കിലും വിഷ കീടനാശിനികളുടെ ഉപയോഗം നിർത്തിവെച്ച് ജൈവ കീടനാശിനികളിലേക്ക് ഇനി തിരിച്ചു വന്നേ തീരൂ. അപ്പോൾ ഞാൻ കേട്ടത് നേരാണ്. നിലവിലുള്ള കീടനാശിനി കമ്പനികളുടെ മാർക്കറ്റ് തകർത്ത് പുതിയ കീടനാശിനി കമ്പനികൾക്ക് വഴിയൊരുക്കാൻ നിയോഗിക്കപ്പെട്ട അപ്പോസ്തലനാണ് നീ അല്ലേ? പറയടാ, കമ്പനിക്കാർ നിനക്ക് എത്ര തന്നു ഈ പാവപ്പെട്ട കർഷകരെ പറഞ്ഞു പേടിപ്പിക്കാൻ, പുതിയ കമ്പനിക്കാർക്ക് ലോഞ്ച് ചെയ്യാൻ? നീ എന്തിനീ കാസർഗോഡുള്ള പാവപ്പെട്ട കർഷകരെ കരുവാക്കുന്നു? ഇല്ല ഫിറോസ്, നീ ഏതോ കമ്പനിയുടെ സമർത്ഥനായ ഏജന്റാണ്. നിന്റെ ചതിക്ക് ഞങ്ങൾ കർഷകർ കൂട്ടുനിൽക്കില്ല. ബഷീർ, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. മിണ്ടരുത്. ആട്ടിൻ തോലിട്ട ചെന്നായാണ് നീ. നിന്റെ പുതിയ കീടനാശിനി കമ്പനിക്കാർക്ക് ബിസിനസ് പിടിക്കാൻ, കാശുണ്ടാക്കാൻ ഞങ്ങൾ പാവപ്പെട്ട കർഷകരെ പട്ടിണിക്കിടണോ? ഇല്ല, നിന്റെ ചതി ഞങ്ങൾ വെച്ചു പൊറുപ്പിക്കില്ല. നിന്റെ യഥാർത്ഥ മുഖം ഞാൻ തുറന്നു കാണിക്കും. നിന്റെ ലക്ഷ്യം എന്താണെന്ന് ഞാൻ പുറം ലോകത്തെ അറിയിക്കും. നീ നോക്കിക്കോ. ബഷീർ ബഷീർ സാറേ, ഞങ്ങളുടെ പിള്ളേരൊക്കെ വിശന്ന് കരയാണ്. പട്ടിണി കിടക്കാൻ ഇനിയും ഞങ്ങൾക്ക് വയ്യ. എന്ത് വിഷമാണെങ്കിലും വേണ്ടില്ല, ഞങ്ങൾ പണിക്ക് വരട്ടെ. ഞെട്ടറ്റാൽ ചുവട്ടിൽ, അല്ലാതെ എന്ത് പറയാനാ? പട്ടിണി സഹിക്കാൻ വയ്യാണ്ടായപ്പോൾ നിന്റെ വിപ്ലവമൊക്കെ അലിഞ്ഞു പോയോ? ശരി ശരി, പണിക്ക് വന്ന തൊഴിലാളികളെ കൂട്ടി ബഷീർ പാടത്തേക്ക് വയ്ക്കോ. ശരി മുതലാളി.
ആ ഫിറോസിനെ കൊണ്ട് വല്ലാത്ത തലവേദന ആയിരിക്കാം. നമ്മുടെ ഗോഡൌണിൽ ഇരിക്കണ കീടനാശിനികളൊക്കെ ക്യാമറയിൽ പകർത്തി കൊണ്ടുപോയിരിക്കണ്. അവനെ കൊണ്ട് വല്ലാത്ത പൊല്ലാപ്പായിരിക്കണല്ല കർത്താവേ. അവൻ കൊത്തി കൊത്തി മുറത്തി കയറി കൊത്താനും തുടങ്ങിയിരിക്കണ്. അവനെ ഇങ്ങനെ അഴിച്ചുവിട്ടാ ഒടുക്ക അവൻ തോളത്ത് കയറിയിരുന്ന ചെവി തിന്നും. അവനിട്ടൊരു പണി കൊടുക്കട്ടെ മുതലാളി. അതിന് പറ്റിയ ആള് ഞമ്മന്റെ കയ്യിലുണ്ട്. അത് തന്നെയാ ഞാനും ആലോചിക്കണത്. ഒരു വിരട്ട് കൊണ്ട് കാര്യം സാധിക്കുമെങ്കിൽ കുറച്ച് പണി ഒഴിവായി കിട്ടുമല്ല. എന്നാ ആ പണി ഞമ്മൾ ഏറ്റിയിരിക്കണ്. എന്താ എന്താ പറ്റി? മറ്റേതൊരു ഗവേഷണം നിർത്തിക്കൊള്ളണം നിന്റെ ഗവേഷണം. നമസ്കാരം. പ്രധാന വാർത്തകൾ. പരിസ്ഥിതി ഗവേഷകൻ ഫിറോസ് അബൂബക്കറിന് നേരെ ഗുണ്ടാക്രമണം. എന്തൊരു വിഡിത്തം അഹമ്മദ് കുട്ടിയെ നിങ്ങളൊക്കെ ഈ കാട്ടിയെ. ഇപ്പൊ ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയും നമ്മുടെ നാട്ടിലേക്കായി. നേരെ വന്ന് ഇരുട്ടി വെളുത്തപ്പോഴേക്കും ഫിറോസ് ഹീറോ ആയി. പരിസ്ഥിതിക്ക് വേണ്ടി പോരാടുന്ന ധീരനായ പോരാളി. ഓനെ ഒന്ന് ബെരട്ടി വിടുകയെന്ന് മാത്രമേ നമ്മൾ വിചാരിച്ചുള്ളൂ. പക്ഷേ ഇതങ്ങ് പെട്ടെന്ന് കത്തിപ്പെടരുത് ഞാൻ കരുതിയില്ല. കീടനാശിനി നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെ കുറിച്ചും ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചും നിയമസഭയിൽ വരെ ചോദ്യങ്ങൾ ഉണ്ടായി. ഫിറോസിന്റെ പഠന റിപ്പോർട്ട് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ വെളിച്ചത്തിൽ നടപടി ഉണ്ടായാൽ ആദ്യം പൂട്ടുന്നത് അഹമ്മദ് കുട്ടിയുടെ കച്ചവടമായിരിക്കും. എന്റെ പഠിച്ചോനെ, നമ്മളിനി എന്താ ചെയ്യാ? ബോംബെന്ന് സെഡ്ജിയാ. ഹലോ, ठीक है. हाँ ठीक है. हाँ जी ഓക്കെ. ഉണ്ണി വാവാവോ പൊന്നുണ്ണി വാവാവോ. എന്റെ ഇക്ക, നിങ്ങൾ എന്താണ് കാട്ടുന്നത്? ആളുകള് കണ്ടാൽ എന്ത് വിചാരിക്കും? ഇത് സംഗീതമാണ് മുത്തേ. കുട്ടികൾ വയറ്റി കിടന്ന് സംഗീതം പഠിച്ചാ നല്ല തെളിഞ്ഞ ബുദ്ധി ഉണ്ടാവും, നല്ല മനസ്സുണ്ടാവും, പിന്നെ നല്ല സംഗീതവാസന ഉണ്ടാവും. അല്ല സാറുമാരെല്ലാരും ഈ പാവപ്പെട്ടവന്റെ പുറയിലേക്ക്. ആ ബഷീറേ, അന്നേം കൂട്ടി മുംബൈയിലേക്ക് ചെല്ലാൻ സേഠ്ജി വിളിച്ചിരിക്കുന്നു. സേഠ്ജിയോ? അതാരാ? സേഠ്ജി അറിയില്ലേ നിനക്ക്? കിങ് മേക്കറും ബിസിനസ് മാഗ്നറ്റുമായ മുഹമ്മദ് ഷാ സേട്ടിനെ. നമ്മുടെ രാജ്യത്ത് ആരൊക്കെ മന്ത്രിയാകണം, ആരൊക്കെ മന്ത്രി ആകണ്ടെന്ന് തീരുമാനിക്കുന്ന ആള്. അങ്ങനെ ഒരാൾ അന്നെ തിരക്കിയപ്പം ഈ അവിടെ എത്തിയിരിക്കണം പകനെ. അപ്പോ വൈകുന്നേരത്തെ ഫ്ലൈറ്റിന് നമ്മൾ മുംബൈയിലേക്ക്. നീ ഒരുങ്ങിയിരുന്നോളി. നീ ഇവിടെ വെയിറ്റ് ചെയ്യ്, ഞങ്ങൾ പോയിട്ട് വരാം. ഓ, ഹലോ ഹലോ ഹലോ. ഞാൻ വെക്കം വരാം ആമിന. ഓളോട് സമാധാനായിട്ടിരിക്കാൻ പറ. ഞാൻ വെക്കം എത്തുമെന്ന് ഉറപ്പാ. ആ ശരി എന്നാ. എന്റെ പടച്ചോനെ, ഇനിയിപ്പോ എന്താ ചെയ്യാ? अजय सेठ जी बुला रहा है, अंदर आइए. आओ.
ബഷീറെ, നീ എന്താണ് ഒന്നും മിണ്ടാതെ നിൽക്കണത്? നടന്ന കാര്യങ്ങൾ വല്ലതും നിനക്ക് പൊടിയ? സത്യത്തിൽ എനിക്കൊന്നും മനസ്സിലായില്ല. സേഡ്ജിയും കൂടെയുള്ള ആൾക്കാരും ഇംഗ്ലീഷിലും ഹിന്ദിയിലും എന്തൊക്കെയോ പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. നമ്മുടെ നാട്ടിൽ കീടനാശിനിക്കെതിരെ നടക്കുന്ന കാര്യങ്ങളെല്ലാം സേഡ്ജിയും കൂട്ടരും അപ്പ അറിഞ്ഞിരിക്കണം. അതിന്റെ അടിസ്ഥാനത്തിൽ സേഡ്ജിയും കൂട്ടരും ചില പദ്ധതികളെല്ലാം ആവിഷ്കരിക്കുന്നുണ്ട്. ഒന്ന്, കാർഷിക മേഖലയിലെ തൊഴിലാളികളെ സംഘടിപ്പിച്ച് കീടനാശിനികൾക്ക് അനുകൂലമായിട്ട് പ്രചാരവേല ചെയ്യണം. 2, ഫിറോസും കൂട്ടരും തോട്ടം മേഖലയിൽ സൃഷ്ടിക്കുന്ന പ്രതിസന്ധികളെ ചൂണ്ടിക്കാണിച്ച് അവർക്കെതിരെ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കണം. എന്നിട്ട് മോൻ അടങ്ങിയില്ലെങ്കിൽ ഈ ദുനിയാവിൽ ഓർമ്മ വേണ്ട. ഇതിന്റെ എല്ലാം ചുമതല സേഡ്ജി നിന്നെയാണ് ഏൽപ്പിക്കാൻ പോകുന്നത്. അതിനാവശ്യമായ ഫണ്ട് സേഡ്ജി ഇവിടെ നിന്നൊഴുക്കും. ഇതെല്ലാം വിചാരിക്കുന്നത് പോലെ നടന്നാൽ ബഷീറിന് കിട്ടുന്ന കോൾ എന്താണെന്ന് അറിയാമോ? പറഞ്ഞു കൊടുക്ക അലക്സാണ്ടറെ. വരുന്ന നിയമസഭാ ഇലക്ഷനിൽ ബഷീറിന്റെ ഒരു സീറ്റ്. ഹലോ ഹലോ ബഷീർ ഖാൻ, ധാമനിയാണ്. ഷാഹിദൊക്കെ സീരിയസ് ആണ്. ഹിക്ക ബെക്കം വാ. ഷാഹിദ, ഷാഹിദ, എന്റെ മുത്തേ. എന്റെ അല്ലാ. ഷാഹിദ, ഷാഹിദ. എന്റെ കുഞ്ഞവിടെ, എന്റെ കുഞ്ഞവിടെ. ബഷീറെ, നീ ആ കുഞ്ഞിനെ കാണണ്ട. എന്റെ ഷാഹിദയെ പോയി. എനിക്ക് എന്റെ കുഞ്ഞിനെ കാണണം. ബഷീറെ, പറയണ കേൾക്ക്. നീ അങ്ങോട്ടല്ലേ? ബഷീർ ഖാൻ, കുഞ്ഞിന്റെ രൂപം കണ്ട് ചങ്ക് പൊട്ടി മരിച്ചതാണ് ഷാഹിദ. എന്റെ അമ്മ. അമിതമായ കീടനാശിനി പ്രയോഗവും രാസവള പ്രയോഗവും കൊണ്ടുള്ള ദുരിതങ്ങൾ, ഇവയുമായുള്ള സമ്പർക്കത്തിന്റെ ഫലമായി നമ്മുടെ ശരീരത്തിലും വിഷം കടന്നുകൂടിയിരിക്കുന്നു. പുതിയ പുതിയ രോഗങ്ങൾക്കും തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പകരുന്ന ജനിതക വൈകല്യങ്ങൾക്കും ഇവ കാരണമായി തീർന്നിരിക്കുന്നു. ഇവിടെ അംഗവൈകല്യവും ബുദ്ധിമാന്ദ്യവുമുള്ള കുഞ്ഞുങ്ങൾ പിറക്കാൻ ഇടവന്നിരിക്കുന്നു. കീടനാശിനികൾ വിഷലിപ്തമാക്കിയ നമ്മുടെ ഭൂമിയിൽ പിറക്കുന്നത് ഇത്തരം കുഞ്ഞുങ്ങളാണ്. വിചിത്ര രൂപികളായ മാംസപിണ്ഡങ്ങൾ മാത്രമായ ഒരു തലമുറയെ ജനിപ്പിക്കാൻ ഈ വിഷപ്രയോഗം ഇനിയും നമുക്ക് തുടരണമോ?
വന്ദേ മാതരം 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 വന്ദേ വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ വന്ദേ മണ്ണിൽ തീർക്കാം പുതുലോകം സത്യമേവ ജയതേ വന്ദേ നിത്യകർമ്മ വഴിയേ വന്ദേ സത്യമേവ ജയരേ തൃപ്തജീവനമൃത സത്യമേവ ജയതേ നിത്യകർമ്മ വഴിയേ സത്യമേവ ജയതേ തൃപ്തജീവനമൃത കണ്ണുനീരിൽ അലിയാതെ നമ്മൾ കൈകോർക്കാമിനിയെന്നും സത്യമെല്ലാം നെഞ്ചിലേറ്റി തളരാതെ പൊരുതാം നാടിനായി വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം സത്യമേവ ജയതേ വന്ദേ നിത്യകർമ്മ വഴിയേ വന്ദേ സത്യമേവ ജയതേ തൃപ്തജീവനമൃത വികല ചിന്തകൾ ശകലമുണരാതെ പതന വഴികളിൽ കഥനമറിയാതെ വികല ചിന്തകൾ ശകലമുണരാതെ പതന വഴികളിൽ കഥനമണിയാതെ ചേർന്നിടാ നേരിനാ പൊരുതുവാ സമയമാ കനലായി തീരാ കടലായി മാറാ നാടിനായി ഉണരുക സ്നേഹസാഗരം ഇവിടെ നിറയേണം കുടിലമാനസം പതനമറിയേണം സ്നേഹസാഗരം ഇവിടെ നിറയേണം കുടിലമാനസം പതനമറിയേണം സൗഹൃദം പൂക്കുവാ സൗരഭം നിറയുവാ അണിയായി നീങ്ങാ തുണയായി മാറാ സ്വർഗം മണ്ണിൽ തീർത്തിടാ മണ്ണിൽ നമുക്കാ തീർക്കാം പുതുലോകം സത്യമേവ ജയതേ വന്ദേ നിത്യകർമ്മ വഴിയേ വന്ദേ സത്യമേവ ജയതേ തൃപ്തി
തൃപ്തജീവനമൃത സത്യമേവ ജയതേ നിത്യകർമ്മ വഴിയേ സത്യമേവ ജയതേ തൃപ്തജീവനമൃത കണ്ണുനീരിൽ അലിയാതെ നമ്മൾ കൈകോർക്കാമിനിയെന്നും സത്യമെല്ലാം നെഞ്ചിലേറ്റി തളരാതെ പൊരുതാം നാടിൻ